ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MS വേർഡിലുള്ള ലേഔട്ട് ടാബിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലേഔട്ട് ടാബ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് മാർജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ മാർജിൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ടോപ്പിലോ ബോട്ടത്തിലോ ഒക്കെ മാർജിൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇത് കണ്ടില്ലേ, ഇതൊരു മാർജിൻ, ലെഫ്റ്റ് സൈഡിലുള്ള മാർജിൻ, ഇത് റൈറ്റ് സൈഡിലുള്ള മാർജിൻ, അതുപോലെ ഇത് ടോപ്പ്, അതുപോലെ താഴോട്ട് ബോട്ടം, അങ്ങനെ 4 സൈഡിലും മാർജിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ബിൽറ്റിൻ ആയിട്ടുള്ളൊരു മാർജിൻ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന മാർജിൻസ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലേഔട്ടിലെ മാർജിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, കുറേ ഡിഫോൾട്ടായിട്ട് കുറേ മാർജിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, അതായത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം മാർജിൻസിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പ് ടാബ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ലേഔട്ടിൽ മാർജിൻസ് സെറ്റ് ചെയ്യാനുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മാർജിൻസ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർജിൻസിൽ പോയിട്ട് കസ്റ്റം മാർജിൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ മാർജിൻസ് എന്നുള്ളതിൽ ടോപ്പ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ബോട്ടം ഉണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് മാർജിൻസ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡോക്യുമെൻറ്റിൻ്റെ ടോപ്പ് എന്നുള്ള ആ ഒരു മാർജിൻ എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ബോട്ടത്തിൻ്റെ എല്ലാതും സെയിം ആണ്, എല്ലാതും 2.54 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാർജിൻസ്, സെൻറ്റിമീറ്ററുള്ള മാർജിൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 2.54 വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുകളിലോട്ടുള്ള ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെൻറ്റിമീറ്റർ കൂടുന്നതായിട്ട് കാണാം, അതുപോലെ താഴോട്ടാകുമ്പോൾ അത് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കാണിക്കും എങ്ങനെയാണ് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ് ചേഞ്ച് ചെയ്തത് എന്നുള്ളത് ഇവിടെ കാണിക്കും. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുത്തു പോകാം കേട്ടോ. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് കൂട്ടി കൊടുക്കും. ഞാൻ കുറച്ച് മാത്രമേ ചേഞ്ച് ചെയ്യാൻ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ മാർജിൻ സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗട്ടർ എന്ന് പറയുന്ന ഗട്ടറുണ്ട്, ഗട്ടർ പൊസിഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഗട്ടർ പൊസിഷൻ എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഗട്ടർ മാർജിൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്പേസ് ഫോർ ബൈൻഡിങ് ആണ്. അതായത് നമ്മൾ ബൈൻഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗട്ടർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ടോപ്പിലും ബൈൻഡ് ചെയ്യാം, അതുപോലെ ലെഫ്റ്റിലും ബൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് കട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കട്ടർ സെലക്ട് ചെയ്യുന്നത്. കട്ടർ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സൈഡിലാണ് ഈ ഒരു ബൈൻഡിങ് വരുന്നത് ആ ഒരു പൊസിഷന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ടർ പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് ഓറിയൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഓറിയൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ പേപ്പർ വഴി പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓറിയൻറ്റേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിയൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉള്ളത്, പോർട്രേറ്റും ഉണ്ട്, ലാൻഡ്സ്കേപ്പും ഉണ്ട്. അപ്പോൾ എന്താണ് ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിൻ്റർ വഴി പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കാം എന്നുള്ളത് നമുക്ക് എന്താക്കാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് പോർട്രേറ്റും ഉണ്ട്, ലാൻഡ്സ്കേപ്പും ഉണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ ഒരു ഓറിയൻറ്റേഷനിലായിട്ട് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് ഒക്കെ നിൽക്കുക. അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ഓറിയൻറ്റേഷനാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പോർട്രേറ്റ് കൊടുത്താൽ ഉണ്ടായിരിക്കുക. നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് നോക്കാം.
കണ്ടില്ലേ, ലാൻഡ്സ്കേപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് എടുത്ത് വരുമ്പോൾ ആ ഒരു ഡോക്യുമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നേരത്തെ. അതിനാണ് നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്, ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് സൈസ് എന്ന് പറയുന്ന കമാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറയുന്ന കമാൻഡ് എന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പേപ്പറിൻ്റെ സൈസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രിന്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഏതാണോ അതിൻ്റെ ആ ഒരു പേപ്പറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ സൈസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. കണ്ടില്ലേ, ലെറ്റർ, ടാബ്ലോയിഡ്, ലീഗൽ, സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ടീവ്, A3, A4, A5, B4, B5 അങ്ങനെ ഒരുപാട് പേപ്പർ സൈസുകൾ ഉണ്ടായിരിക്കും ഇതിൽ. ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് A4 പേപ്പറാണ്. അപ്പോൾ അതാണ് ഈ ഒരു A4 പേപ്പർ, A4 സൈസ്. ഓക്കെ, പിന്നെ അടുത്തൊരു A3 ഉണ്ട്. A3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 A4കൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ആ സൈസില്ലേ, അതാണ് A3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് പേജിലാണ് പ്രിന്റ് എടുത്ത് വരുന്നത് ആ ഒരു പേജിൻ്റെ സൈസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അടുത്ത കമാൻഡാണ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളം നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സാധാരണ ഒരു ഡോക്യുമെൻ്റ്, ഒരു പാരഗ്രാഫിനെയൊക്കെ നമ്മൾ കോളം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, കോളം തിരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളംസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോളം തിരിച്ചായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക ഓരോ പത്ര കട്ടിങ്സൊക്കെ. അപ്പോൾ അങ്ങനെ കോളം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളംസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടൻസിനെ എനിക്ക് കോളം ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പോർഷൻസ് ഇത് കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ കോളംസിൽ പോവുക. എന്നിട്ട് അതിൽ എത്ര കോളംസ് ആക്കിയിട്ടാണ് നമുക്ക് മാറ്റേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ആണെങ്കിൽ 2 കൊടുക്കുക. നമ്മുടെ കണ്ടന്റ് അത്രയും കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങോട്ട് റെഡിയാക്കാം. അപ്പം ഞാൻ ഇത്രയും പോർഷൻസിനെയാണ് ഞാൻ കോളമാക്കി മാറ്റുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും പോർഷൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് കോളംസ് സെലക്ട് ചെയ്യുക, 2 എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, 2 കോളമാക്കി ഇത്രയും ആ ഒരു പാരഗ്രാഫ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 കോളമാക്കിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം, 3 എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, ഇത് 3 കോളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ കോളം സെലക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കും മോർ കോളംസ്. ഇതിൽ ഓപ്ഷൻ ആയിട്ട് ഡിഫോൾട്ടായിട്ട് 1, 2, 3 ലെഫ്റ്റ് റൈറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മോർ കോളംസ് ക്ലിക്ക് ചെയ്യാം. ഇനി എക്സ്ട്രാ കോളംസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു 4 റോസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 റോസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം, സെലക്ട് ചെയ്യാം, ഓക്കെ ആയിരിക്കും. കണ്ടില്ലേ, 5 കോളംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലേഔട്ടുള്ള കോളംസിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളംസ് പോവുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോർ കോളംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. അവിടെ പോയിട്ട് നമുക്ക് എത്ര കോളംസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കോളംസ് നമ്മൾ സെറ്റ് ചെയ്യുക. അടുത്തത് ബ്രേക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ ബ്രേക്ക് എന്തിനാണെന്ന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പേജിലുള്ള കണ്ടന്റ് അടുത്ത പേജിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് എനിക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റത്തെ കോളത്തിലുള്ള കണ്ടന്റ് സെക്കൻഡ് കോളത്തിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ മൗസ് പോയിന്റർ എവിടെ മുതലാണ് നമുക്ക് അടുത്തൊരു കോളത്തിലോട്ട് വരേണ്ടത് അവിടെ നമ്മൾ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇവിടെ ബ്രേക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് പോവാം. അതിൽ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, അതായത് ആ ഒരു ഫസ്റ്റത്തെ കോളത്തിലുള്ള കണ്ടന്റ് നമ്മൾ എവിടെയാണ് മൗസ് പോയിന്റർ വെച്ചിട്ടുള്ളത് അവിടെ
അവിടെ മുതലുള്ള കണ്ടന്റ് എല്ലാം രണ്ടാമത്തെ കോളത്തിലോട്ട് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലോട്ട് എങ്ങനെയാണ് കണ്ടന്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കീ കൂടിയുണ്ട്. അപ്പോൾ സപ്പോസ് ഈ ഓൺലൈൻ വീഡിയോ എന്നുള്ളത് നമുക്ക് അടുത്തൊരു കോളത്തിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു ബ്രേക്സിൽ കോളംസ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, അതാണ് ആ ഒരു മാറ്റം വരും. അതായത് ഒരു ഫസ്റ്റത്തെ കോളത്തിലുള്ള കണ്ടന്റ് രണ്ടാമത്തെ കോളത്തിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. അതായത് കൺട്രോള് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ, ഈ 3 കീ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോളത്തിലുള്ള കണ്ടന്റ് അടുത്ത കോളത്തിലോട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അടുത്തത് ലൈൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ലൈൻ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലൈനും നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് ലൈൻ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നണ്ണെന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു ലൈനും നമ്പേഴ്സ് ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് എന്ന് കൊടുത്താൽ സപ്പോസ് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് കണ്ടിന്യൂസ് എന്ന് കൊടുക്കുമ്പോൾ ഓരോ പേജും കണ്ടില്ല, ഓരോ ലൈനും നമ്പേഴ്സ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈൻ നമ്പേഴ്സ് നണ്ണെന്ന് കൊടുത്താൽ ആ നമ്പർ നമ്മൾ ലൈൻ നമ്പേഴ്സ് ഇട്ടത് ഒന്നുകൂടെ അതെന്താകും, അത് ഓഫ് ആകുന്നതാണ്. അടുത്തത് ഹൈഫനേഷൻ ആണ്. അത് ഹൈഫൺ കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒരു വേർഡിൽ പിക്ചർ എന്ന് മാത്രം ഒരു എൻഡ് ചെയ്യുമ്പോൾ പിക്ചർ മാത്രം അടുത്ത ലൈനിൽ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നോക്കാം. അതായത് ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മുന്നത്തെ ലൈനിലും ബാക്കി കുറച്ച് ഭാഗങ്ങൾ നെക്സ്റ്റ് ലൈനിലും ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഹൈഫൺ, നമ്മൾ മലയാളത്തിലോ ഒക്കെ ഇംഗ്ലീഷിലൊക്കെ ഒരു ഹൈഫൺ കൊടുക്കില്ലല്ലേ, അങ്ങനെ ഒരു ഹൈഫൺ വരണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതെന്താവും, ഹൈഫൺ ഇവിടെ വരുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്രൊവൈഡ്സ് എന്ന് പറയുന്നത് ബാക്കി വൈഡ്സ് എന്നുള്ളത് നെക്സ്റ്റ് ലൈനിലാണ്. അതുകൊണ്ട് ഇവിടെ ലൈൻ ഇങ്ങനെ ഒരു ഹൈഫൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഹൈഫനേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, നണ്ണെന്ന് കൊടുക്കാം. അടുത്തത് ഇൻഡൻ്റ് ആണ്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസിനാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് ലെഫ്റ്റിനും റൈറ്റിനും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് ഇതിന് ശേഷമാണ് സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. മുകളിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു സ്പേസ് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്കത് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും ഇൻഡൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റ് ഭാഗത്തായിട്ടായിരിക്കും എന്ത് വരുന്നത്, സ്പേസ് ഇൻക്രീസ് ചെയ്യുന്നത്. കണ്ടില്ലേ, റൈറ്റ് ഭാഗത്ത് സ്പേസ് ഇൻക്രീസ് ചെയ്യുന്നു. അത് ഡിക്രീസ് ചെയ്യാനാണ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ സ്പേസിംഗ് ഉണ്ട്. സ്പേസിംഗ് ഇതൊക്കെ ഒരു പാരഗ്രാഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫിന് മുന്നെയാണ് നമുക്ക് സ്പേസിംഗ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു പാരഗ്രാഫിൻ്റെ മുന്നെയാണ് എനിക്ക് സ്പേസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുവെക്കാം, എന്നിട്ട് ബിഫോർ എന്ന് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, അവിടെ ആ ഒരു സ്പേസ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഓപ്ഷൻ ആ സ്പേസ് ഡിക്രിമെൻറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അതുപോലെ ആഫ്റ്റർ എന്നാകുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു പാരഗ്രാഫിന് ശേഷമുള്ള സ്പേസ് ആയിരിക്കും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു പാരഗ്രാഫിന് ശേഷമുള്ള ഈ ഒരു സ്പേസ് ആണ് ഇൻക്രിമെൻറ്റ് ആയിട്ടുള്ളത്. ഇത് ആ ഒരു സ്പേസ് ഡിക്രിമെൻ്റ് ആവാനായിട്ടാണ് ഇത്. അപ്പോൾ ഇത്രയാണ് ലേഔട്ടിൽ പഠിക്കാനുള്ളത്. നമ്മൾ മാർജിൻസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ ഓറിയൻറ്റേഷനെ കുറിച്ച് പഠിച്ചു, അതുപോലെ സൈസ്, കോളംസ്, ബ്രേക്ക്, ലൈൻ നമ്പേഴ്സ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.